കൂട്ടുകാരെ, നമുക്കിന്ന് 10th ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. We can make triangles by stacking dots. Write the number of dots in each triangle. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ ട്രയാങ്കിൾസിലെയും നമ്പർ ഓഫ് ഡോട്ട്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കാം. ഇവിടുത്തെ നമ്പർ ഓഫ് ഡോട്ട്സ് 1 + 2 = 3. Then next triangle 1 + 2 + 3 = 6. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ട്രയാങ്കിളില് എത്ര ഡോട്ട്സ് വരും? ഇതാ നോക്കിക്കേ, 1 + 2 + 3 + 4 = 10. ഓക്കെ, അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ അനുസരിച്ച് അടുത്ത 3 ട്രയാങ്കിൾസ് ഫോം ചെയ്താൽ അതിലെ നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പാറ്റേൺ അനുസരിച്ച് അടുത്ത ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയായിരിക്കും അല്ലെ? അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് ഡോട്ട്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാവും വരിക? 1 + 2 + 3 + 4 + 5 = 15. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? ഇവിടുത്തെ നമ്പർ ഓഫ് ഡോട്ട്സ് എങ്ങനെ വരും? 1 + 2 + 3 + 4 + 5 + 6 = 21. ഓക്കെ, അടുത്തത് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലെ? അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഡോട്ട്സ് നമുക്കൊന്ന് നോക്കാം. 1 + 2 + 3 + 4 + 5 + 6 + 7 = 28 അല്ലെ? അതായത് ഈ ഓരോ നമ്പർ പാറ്റേൺസ് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ നമ്മൾ എല്ലാ കേസിലും 1 + 2 + 3 + എഴുതണമെന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതി. പിന്നെ എങ്ങനെ എഴുതി പോയാലും മതി. ആദ്യം നമുക്ക് വേണമെങ്കിൽ 1 + 2 കൊടുക്കാം. 1 + 2 = 3 നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ അടുത്ത കേസ് വരുമ്പോ ഈ 1 + 2 3 അല്ലെ? ആ 3 ഇവിടെ ഉണ്ടല്ലോ. ബാക്കി നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? 3 + 3 3യും കൂടെ അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്? 3 + 3 എന്ന് കൊടുത്താൽ മതി. 3 + 3 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 6 കിട്ടി അല്ലെ? ഇനി അടുത്ത കേസിൽ വരുമ്പോൾ നമ്മള് 6 + 4 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 10 കിട്ടും അല്ലെ? ഇനി അടുത്ത കേസിൽ വരുമ്പോഴോ അങ്ങനെയെങ്കിൽ 10 + 5 എന്ന് കൊടുക്കുക. ഓക്കെ, 15 വന്നു. അപ്പോൾ അടുത്ത പാറ്റേൺ വരുമ്പോൾ 15 + 6 = 21. Then next one എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ 21 + 7 = 28 എന്ന് കിട്ടും. ഇത് നമുക്ക് ഈ ഓരോ ലൈനിലുള്ളതാണ് ഈ 1 + 2 കൊടുത്തത്. ആദ്യത്തെ ലൈനിൽ ഇവിടെ എത്രയായിരുന്നു? 1 ആയിരുന്നു. 1 + 2 + 3 + 4 + 5 + 6 + 7 അങ്ങനെയാണ് ഇത് കൊടുത്തത്. അപ്പൊ ഇത് നമുക്ക് വീണ്ടും 1 + 2 + 3 + ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത പാറ്റേൺ ഇത് കഴിഞ്ഞിട്ടുള്ള പാറ്റേണിൽ എങ്ങനെ വരും? എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് വരും? 28 + 8 വരും അല്ലെ? 36 എന്ന് കിട്ടും. ഓക്കെ, question number 2. From the sequence equilateral triangle, square, regular pentagon and so on of regular polygons form the following sequences.
ഇക്വലേറ്റഡ് ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ഇങ്ങനെയുള്ള ഈ പോളിഗൺസിന്റെ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് സൈഡ്സ് അത് തന്നിട്ടുണ്ട്, 3, 4, 5, 6. ഓക്കെ, ദെൻ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ആൻ ഔട്ടർ ആംഗിൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന പോളിഗൺ? ഇക്വലേറ്റഡ് ട്രയാങ്കിൾ, പിന്നെ സ്ക്വയർ, റെഗുലർ പെന്റഗൺ, പിന്നെ നമുക്ക് ഒന്നും കൂടി നോക്കാം, ഹെക്സഗണും കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട് 3, 4, 5, 6 എന്ന്. ഇനി നമുക്ക് ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനായി ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ആ ഇക്വേഷൻ? n-2 into 180. ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താണ്? n-2 into 180. അങ്ങനെയെങ്കിൽ ഈ ഓരോ പോളിഗൺസിന്റെയും സം ഓഫ് ഇന്നർ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾസിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ, അതിലെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഈ ട്രയാങ്കിളില് നമ്പർ ഓഫ് സൈഡ്സ് 3 ആണുള്ളത്. അപ്പോൾ എങ്ങനെ വരും സം ഓഫ് ഇന്നർ ആംഗിൾ? 3 minus 2 into 180 equal 180 എന്ന് കിട്ടും. ഇനി സ്ക്വയറിലോ അതിലെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. അപ്പോൾ 4 minus 2 into 180 equal 360 എന്ന് കിട്ടും. പെന്റഗൺ അതിലെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. അപ്പോൾ 5 minus 2 into 180, 5 minus 2 3 ആണ്. അപ്പോൾ 3 into 180 equal 540 എന്ന് കിട്ടും. Then hexagon അതിലെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 6 minus 2 into 180 equal 720 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് ഈ ഇക്വലേറ്റഡ് ട്രയാങ്കിളില് സ്ക്വയർ, റെഗുലർ പെന്റഗൺ, ഹെക്സഗൺ ഇതിന്റെ എല്ലാം സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ ആൻ ഇന്നർ ആംഗിൾ ആണ് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. ആൻ ഇന്നർ ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ഇന്നർ ആംഗിൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഓരോ പോളിഗൺസിന്റെയും, അല്ലെ? അപ്പോൾ ട്രയാങ്കിളിന്റെ കേസില്, ഇക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ കേസില് എത്രയായിരുന്നു? 180 ആയിരുന്നു. അതിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്നത് 180 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി സ്ക്വയറിന്റെ കേസിലോ അവിടുത്തെ സം ഓഫ് ഇന്നർ ആംഗിൾ 360 ആയിരുന്നു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 4 ഈക്വൽ 90 ഡിഗ്രി. പെന്റഗണില് ടോട്ടൽ സം എത്രയായിരുന്നു? 540 ആയിരുന്നു. 540 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ 108. ഹെക്സഗൺ അവിടെ 720 divided by number of sides 6 equal 120 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് an outer angle കണ്ടുപിടിക്കണം. ഔട്ടർ ആംഗിൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? അതിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ an outer angle, അതായത് ഒരു ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ കിട്ടും? ഇക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ കേസിൽ 360 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ 120. ദെൻ സ്ക്വയർ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 4 ഈക്വൽ 90 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ പെന്റഗൺ 360 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ 72 ഡിഗ്രി. ദെൻ ഹെക്സഗൺ എത്ര വരും? 360, അതിലെ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.